ഞാൻ ഉൾപ്പെടുന്ന നായകന്മാരെക്കൂടെ ബെറ്റർ ഹീറോസ് അല്ലേ വെളിയിലുള്ളത്. അപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ഒറിജിനൽ ടീം എന്താണ് അതിന്റെ ആ ഹീറോസും കാണിച്ച ഏത് നായകനാണ് നമുക്കുള്ളത്? അതൊന്നും ഇല്ലല്ലോ. അപ്പൊ മറ്റേതെല്ലാം ഈ പറഞ്ഞ ഒരു മേക്ക് ബിലീഫില് കളിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം സേ ഷുഡന്റ് ടേക്ക് നെയിംസ് ബട്ട് സ്റ്റിൽ ഇപ്പൊ സൽമാൻ ഒരു 40-50 ഗുണ്ടകളെ ഇടിച്ചതാക്കുന്നു. ലോറൻസ് ബിഷ്ണോയി വെളിയിൽ വന്ന് 2 വെടി പൊട്ടിച്ചപ്പോ മൊത്തം കാര്യങ്ങൾ മാറി അല്ലേ. സോ അത്രേ ഉള്ളൂ. നമ്മുടെ ഹീറോയിസും സെറ്റ് ദ ഡോർ സ്റ്റെപ്പ്, നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മുടെ ഹീറോയിസും നിൽക്കും. ബാക്കി അതല്ല. അർജുന് വേണ്ടി നിൽക്കുന്ന മറ്റേ പയ്യൻ അത ഗൈ വിത്ത് ഹിം അല്ലേ, അത് അവരൊക്കെ ചെയ്യുന്ന സർവീസ് എന്തിന് 2018 ടൈമിലുണ്ടായ ഹീറോസ്. അപ്പൊ റിയൽ ഹീറോസ് അത് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. മറ്റേതെല്ലാം ഒരു ഫാൻ മെയ്ഡ് അല്ലേ, ഫാൻ മെയ്ഡ് ആണ്. ഇപ്പൊ എന്തായാലും ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി, റിയൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ഇറങ്ങിയ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മേ ബി ലൈക്ക് എന്റെ ഒരു തോട്ടിൽ പറയാം, മേ ബി ഇപ്പം ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് മേ ബി ഇത് നാളെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സിനിമയാക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഈ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഇറക്കുമ്പോൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം ആ ലൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പ്രോഡക്റ്റ്? ടു കമന്റ് ഓൺ ഇറ്റ്. എനിക്കറിയില്ല അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ആണല്ലോ അടുത്ത കാലത്ത് നമ്മള് ഇറ്റ് വാസ് എ ബ്രില്യന്റ് മൂവി, വെൽ ടേക്കൺ മാത്രമല്ല സെൻസിറ്റീവ്ലി ടേക്കൺ. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത്രയും പോലീസുകാരും ഇത്രയും നാട്ടുകാരും ഇറങ്ങാനും മടിക്കുന്നിടത്താണോ പിള്ളേരെ എന്ന് പറയുന്നത് ഒരു വൻ കമേഴ്സ്യൽ സിനിമയുടെ ഫോമാറ്റാണത് അല്ലേ. ഒരു ഹീറോ ഉണ്ടാവുന്ന ഇപ്പൊ സൗബിനകത്തേക്ക് കയറുമ്പോൾ വി ഓൾ പ്രേ ഫോർ ഹിം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഐ റിയലി ലവ് ദറ്റ് ഫിലിം. സോ അതിന് പെർസെൻറ്റേജ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്ക് ആർട്ടിന് അതിൻ്റെതായ പരിമിതികളും limitations. And Checkmate, as much as it's a drama, we have also addressed a very real issue that is there. So it's about drug trials. So drug trials that's going on, and other karanam avare cover up ചെയ്യുന്ന കുറേ stories. There's a lot going on that we're not aware of. Appo through drama, through entertainment, we have also covered a much bigger social issue. So other I think is an interesting aspect of movie. Checkmate le adeyது drug issue and I mean drug trials, see big pharma companies trying to cover up drug trials, adinde any side effects that come out of it. They just pay people off and try to cover it off. ഗുണദോഷങ്ങളെ പറ്റിയാണ് രണ്ടുമുണ്ട്. ഇപ്പം ക്യാൻസറിന് ഭയങ്കര ക്ലിനിക്കൽ ട്രയൽസ് ഉണ്ടാവാറുണ്ട്. ഇത് ഇങ്ങനത്തെ കുറെ സ്പെസിമെൻസും കുറച്ച് സ്കേപ്പ് ഗോട്ട്സും ഇല്ലെങ്കിൽ ഒരു തരത്തിലും ഇവിടെ ഒരു വാക്സിനും ഉണ്ടാവില്ല.